Dear students, today we are going to discuss 7th Standard Social Science Chapter 4 India Towards a New Era. It's part 4 of this chapter. I am your Rega teacher from your SNDSY UP School. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബംഗാൾ പാർട്ടീഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? എന്നായിരുന്നു ബംഗാൾ പാർട്ടീഷൻ? യെസ്, 1905 അല്ലേ? ഓക്കെ. ആ ബംഗാൾ പാർട്ടീഷനെ തുടർന്ന് ബംഗാളിലെ ആൾക്കാർ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? വയലൻ്റ് അജിറ്റേഷൻ ആയിരുന്നല്ലേ? ഒരു വിപ്ലവകരമായിട്ടുള്ളൊരു അജിറ്റേഷൻ ആയിരുന്നു. ആൾക്കാരെല്ലാം ഭയങ്കര പ്രൊട്ടസ്റ്റ് ആയിരുന്നു. ഫോറിൻ ഗുഡ്സ് വിറ്റിരുന്ന ഷോപ്പെല്ലാം തകർത്തു. പിന്നെ ഫോറിൻ ക്ലോത്ത്സ് കത്തിച്ചു. ഇന്ത്യൻ പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി ഭയങ്കര വയലൻ്റ് അജിറ്റേഷൻ ആയിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ആ 1905 ബംഗാൾ പാർട്ടീഷന് ശേഷം പിന്നെ ഇന്ത്യയിലെ നാഷണൽ മൂവ്മെൻറ്റ്സിന് മറ്റൊരു മുഖമാണ് ഉണ്ടായത്. എന്ന് വെച്ചാൽ അതിനു മുമ്പ് നമ്മുടെ മോഡറേറ്റ് ലീഡേഴ്സ് വളരെ സൗമ്യമായ രീതിയിൽ ഈ നാഷണൽ മൂവ്മെൻറ്റ്സ് കൊണ്ടുപോവുകയായിരുന്നു അല്ലേ? പക്ഷെ പാർട്ടീഷൻ ഓഫ് ബംഗാളിന് ശേഷം അതിനൊരു വയലൻറ്റ് അജിറ്റേഷനാണ് നമുക്ക് കാണാൻ തുടങ്ങിയത്. മറ്റൊരു മുഖമാണ് കാണാൻ തുടങ്ങിയത്. ആ പീരീഡിനെ ദ പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം എന്നാണ് പറയുന്നത്. എന്താണ് ദ പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം? ഓക്കെ. അത് ഏത് കാലഘട്ടത്തിലായിരുന്നു? അത് 1905 മുതൽ 1919 വരെയായിരുന്നു. ആ കാലഘട്ടത്തിലുള്ള നാഷണൽ മൂവ്മെൻറ്റ്സിനെ ദ പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം എന്നാണ് പറയുന്നത്. തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. Okay. The period of agitation followed by the partition of Bengal brought a new turn in national movements and it was known as period of extreme nationalism. ആ എക്സ്ട്രീം നാഷണലിസ്റ്റ് ലീഡേഴ്സ് ആരൊക്കെയെന്ന് നോക്കാം. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ലാലാ ലജ്പത് റായ്. ആരൊക്കെയാണ്? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ലാലാ ലജ്പത് റായ്. ബാലഗംഗാധര തിലക് നമ്മൾ ലോകമാന്യ തിലക് എന്നാണ് വിളിച്ചിരുന്നത് അല്ല? അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബഹുമതി ഉണ്ടായിരുന്നു. ബിപിൻ ചന്ദ്രപാലിന് ഫാദർ ഓഫ് റെവല്യൂഷണറി തോട്ട്സ്, ഇന്ത്യയുടെ റെവല്യൂഷണറി തോട്ട്സിൻ്റെ ഫാദർ എന്ന് അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നു. അതേപോലെ ലാലാ ലജ്പത് റായ് പഞ്ചാബ് കേസരി അല്ലെങ്കിൽ ലയൺ ഓഫ് പഞ്ചാബ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഈ പ്രമുഖരായി 3 ലീഡേഴ്സായിരുന്നു എക്സ്ട്രീം നാഷണലിസ്റ്റ് ആ മൂവ്മെൻറ്റ് ലെഡ് ചെയ്തിരുന്നത്. ആരൊക്കെയാണെന്ന് മനസ്സിലായല്ലോ? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ലാലാ ലജ്പത് റായ്. ഇവർ 3 പേരെയും കൂടി ലാൽ ബാൽ പാൽ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എങ്ങനെയാണ്? ലാൽ ബാൽ പാൽ. ലാലാ ലജ്പത് റായിയുടെ ലാൽ, ബാലഗംഗാധര തിലകിൻ്റെ ബാൽ, ബിപിൻ ചന്ദ്രപാലിൻ്റെ പാൽ. ഓക്കെ. അപ്പോൾ നമ്മൾ എക്സ്ട്രീം നാഷണലിസം ഏത് പീരീഡിലാണെന്ന് മനസ്സിലായി. അതിൻ്റെ വേ ഓഫ് ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു ആ എക്സ്ട്രീം നാഷണലിസ്റ്റ് അവർ ആ പ്രൊട്ടസ്റ്റ് കാണിച്ചിരുന്നു എന്ന് ഒരു ഡിസ്കസ് ചെയ്ത ഒരു വയലൻ്റ് അജിറ്റേഷൻ ആയിരുന്നു അല്ലേ? ഓക്കെ. പ്രധാനപ്പെട്ട ലീഡേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കി. ഓക്കെ. അവരുടെ സ്റ്റെപ്സ്, അവരെങ്ങനെ വയലൻ്റ് അജിറ്റേഷൻ ആയിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാവേ. സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ എക്സ്ട്രീമിസ്റ്റ് എന്തൊക്കെ സ്റ്റെപ്സിലൂടെയാണ് അവർക്ക് ബ്രിട്ടീഷുകാരോടുള്ള വിദ്വേഷം കാണിച്ചതെന്ന് നോക്കാം. വയലൻ്റ് അജിറ്റേഷൻ സൗമ്യമായിട്ടുള്ള രീതിയിലല്ല, ഭയങ്കര ഒരു വിപ്ലവം കാണിച്ചുകൊണ്ടുള്ളൊരു പ്രതികരണമാണ് അവർ നടത്തിയിരുന്നത്. അതേപോലെ അവരുടെ ഈ അജിറ്റേഷൻ, അവർക്ക് ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പ് അവർ വളരെ ശക്തമായിട്ട് കാണിച്ചു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അവർ മാസ് മൂവ്മെൻ്റ് ആക്കി മാറ്റി. എല്ലാ ആൾക്കാരെയും, ഭൂരിഭാഗം ആൾക്കാരെയും കൂടി അതിൽ ഉൾപ്പെടുത്താൻ നോക്കി. അതേപോലെ അവർ കുറേ റെവല്യൂഷണറി മെത്തേഡ്സ് യൂസ് ചെയ്തു. ഏതൊക്കെയാണ് റെവല്യൂഷണറി മെത്തേഡ്സ്? നമുക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു. നമ്മൾ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ടൈമിന് ഡിസ്കസ് ചെയ്തു. അവരെങ്ങനെയൊക്കെയാണ് അവരുടെ വിപ്ലവം കാണിച്ചത്? ബോയ്ക്കോട്ടിങ് ഫോറിൻ ഗുഡ്സ് എല്ലാം ബഹിഷ്കരിച്ചുകൊണ്ട് ഫോറിൻ ഗുഡ്സ് ഒന്നും ഇന്ത്യയിൽ ഇനി വേണ്ട എന്നുള്ളൊരു തീരുമാനം അവരെടുത്തുകൊണ്ട് അതെല്ലാം കത്തിക്കുകയും ഫോറിൻ ഗുഡ്സ് വിറ്റിരുന്ന ഷോപ്പുകളൊക്കെ അടിച്ചു തകർക്കുകയൊക്കെ ചെയ്തു. വയലൻസ് ആയിരുന്നു അല്ലേ അവർ അഡോപ്റ്റ് ചെയ്ത മാർഗം. Picketed shops that sold foreign goods, burn foreign clothes, use സ്വദേശി പ്രൊഡക്ട്സ്, സ്വന്തം ദേശത്തുണ്ടാക്കുന്ന പ്രൊഡക്ട്സ് യൂസ് ചെയ്താൽ മതി എന്നുള്ള ഒരു ആഹ്വാനമൊക്കെ അവർ ജനങ്ങളോട് ചെയ്തു. അപ്പോൾ അവർ ഒരു ഭയങ്കര വയലൻസ് കാണിച്ചിട്ടുള്ള ഒരു മെത്തേഡായിരുന്നു ഇവർ അഡോപ്റ്റ് ചെയ്തത്. പക്ഷേ മോഡറേറ്റ്സ് അങ്ങനെ ആയിരുന്നു അല്ല. അവരിങ്ങനെ പെറ്റീഷനും റെസല്യൂഷനും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ നിവേദനങ്ങൾ കൊടുത്തിട്ടുള്ള അപേക്ഷയാണ് അവർ ബ്രിട്ടീഷുകാരോട് നടത്തിയിരുന്നത്. പെറ്റീഷൻ രൂപത്തിലും ചെറിയ ചെറിയ മാർച്ചായിട്ടും ജാഥകളും അങ്ങനെ ചെറിയ സ്പീച്ച് ഒന്നിച്ചുകൂടി ഏതെങ്കിലും നേതാക്കന്മാർ ജനങ്ങളിലോട്ട് ചില പ്രസംഗങ്ങളിലൂടെയൊക്കെ ആൾക്കാരെ ബോധവൽക്കരിക്കണം. അങ്ങനെയൊക്കെ എല്ലാം ഒരു പാസീവായിട്ട് ഒരു തളർന്ന മട്ടിലായിരുന്നു അവരുടെ ബ്രിട്ടീഷുകാരോടുള്ള പ്രതികരണം. ബ്രിട്ടീഷുകാരുടെ തെറ്റ്
എന്നോട് എതിർത്തത് അവർ വളരെ ഒരു മയമായ രീതിയിലായിരുന്നു, മിതമായ രീതിയിലായിരുന്നു. പക്ഷേ എക്സ്ട്രീമിറ്റ്സ് അങ്ങനെയായിരുന്നു അല്ല, അവരുടെ തീവ്ര ദേശീയതയാണ് അവർ കാണിച്ചത് അല്ലേ. അപ്പോൾ ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു, ഈ എക്സ്ട്രീമിസ്റ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്? ദേ വ്യൂ ദാറ്റ് ദ ഡിമാൻഡ് കുഡ് ബി റിയലൈസ് ഓൺലി ബൈ പുട്ടിംഗ് പ്രഷർ ഓൺ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മുകളിൽ പ്രഷർ, സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രമേ തങ്ങളുടെ ആവശ്യങ്ങൾ, ഡിമാൻഡ്സ് തങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിച്ച ആൾക്കാരാണ് ഈ എക്സ്ട്രീമിറ്റ്സ്. മോഡറേറ്റ്സിനെ പോലെ അല്ല അവർ കേട്ടോ. അപ്പോൾ അവർക്ക് മനസ്സിലായി ബ്രിട്ടീഷുകാരോട് നല്ല പ്രഷർ, അവർക്ക് കൂടുതൽ അവരിങ്ങനെ ബുദ്ധിമുട്ടിച്ച് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റുകൾക്കെതിരെ നന്ന ശക്തമായിട്ട് പ്രതികരിച്ചാൽ മാത്രമേ തങ്ങളുടെ ഡിമാൻഡ്സ് നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. ഓക്കെ, നമ്മുടെ എക്സ്ട്രീമിസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ലീഡറായിരുന്നു ബാലഗംഗാധര തിലക്. നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാമേ. He was the chief spokesman of the extreme nationalist. ഓക്കെ, നമ്മുടെ എക്സ്ട്രീം നാഷണലിസ്റ്റിനെ നയിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു സ്പോക്സ്മാൻ ആയിരുന്നു. അതിൻ്റെ ഓരോ കാര്യങ്ങളും ആ എക്സ്ട്രീം നാഷണലിസം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതിനെക്കുറിച്ചുള്ള ലെക്ചർ കൊടുത്തിരുന്നത്, പ്രസംഗങ്ങളും എല്ലാം കണ്ടക്ട് ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലീഡറായിരുന്നു ആര്? നമ്മളുടെ ബാലഗംഗാധര തിലക്. അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നത്, അദ്ദേഹത്തിന് ഹോണർ ചെയ്തിരുന്നത്, ഹി വാസ് റിവേർഡ് എന്നുള്ള വാക്കിനർത്ഥം ഹോണർ. ഹി വാസ് റിവേർഡ് ആസ് ലോകമാന്യ തിലക് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ദ ന്യൂസ് പേപ്പർ ഹി സ്റ്റാർട്ടഡ് വർ മറാഠ ആൻഡ് കേസരി. 2 ന്യൂസ് പേപ്പർ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ്? ഒന്ന് മറാഠ, മറ്റൊന്ന് കേസരി. ഏതൊക്കെയായിരുന്നു? മറാഠ, കേസരി. ഇത് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ന്യൂസ് പേപ്പറാണ്. അദ്ദേഹം ഒരു ഫേമസ് സ്ലോഗൻ നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റ്സിൻ്റെ കാലഘട്ടത്ത് ജനങ്ങൾക്ക് സംഭാവന തന്നു, ജനങ്ങളിലേക്ക് നൽകി. അത് എന്തായിരുന്നു അതിൻ്റെ മുദ്രാവാക്യം? നമുക്ക് നോക്കാം. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ മസ്റ്റ് ഹാവ് ഇറ്റ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്നൊരു ശക്തമായ ഒരു മുദ്രാവാക്യമായിരുന്നു ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ആ ടൈമിന് ഇന്ത്യക്കാർക്ക് അദ്ദേഹം നൽകിയത്. ഓക്കെ, അപ്പോൾ ബാലഗംഗാധര തിലകിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയാലോ. ഇദ്ദേഹം ഏത് ലീഡറായിരുന്നു? എക്സ്ട്രീം ലീഡറായിരുന്നു അല്ലേ. എക്സ്ട്രീം നാഷണലിസ്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലീഡറായിരുന്നു അദ്ദേഹം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഈ 1905 നമ്മുടെ ബംഗാൾ പാർട്ടീഷൻ്റെ ടൈമിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആൾക്കാരായിരുന്നല്ലോ നമ്മുടെ എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റ്സും ഒക്കെ. അവർ മാത്രമല്ല, അല്ലാതെ പല സംഘടനകളും ഇന്ത്യയിൽ ഉണ്ടായി ഈ പാർട്ടീഷനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട്. അതിലൊരു പ്രധാനപ്പെട്ടൊരു ഗ്രൂപ്പാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. ഏതാണ്? ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എവിടെയാണ് ഫോം ചെയ്തത് നമ്മൾ നോക്കാം. ഇറ്റ് വാസ് ഫോംഡ് ഇൻ ധാക്ക ഇൻ 1906. 1905 പാർട്ടീഷൻ അല്ലേ. അതിനുശേഷം ബംഗാൾ പാർട്ടീഷന് ശേഷം 1906 ധാക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഫോം ചെയ്തത്. ഈ ധാക്ക എവിടെയാണ്? ഇപ്പോൾ നമ്മൾ അറിയുന്ന ബംഗ്ലാദേശ് അല്ലേ. ബംഗ്ലാദേശിലാണ് ധാക്ക. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ബംഗ്ലാദേശ് 1971 മുമ്പ് ഇപ്പോൾ ഈ പറഞ്ഞ 1905 ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഈ പറഞ്ഞ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റ് ബംഗാൾ, വെസ്റ്റ് ബംഗാൾ, ഈസ്റ്റ് ബംഗാളായിട്ട് പാർട്ടീഷൻ ചെയ്തു എന്ന് പറഞ്ഞില്ലേ ടീച്ചർ? ആ ഈസ്റ്റ് ബംഗാളിൻ്റെ ഭാഗമായിരുന്നു നമ്മളിപ്പോൾ പറയുന്ന ബംഗ്ലാദേശ്. അപ്പോൾ ഈസ്റ്റ് ബംഗാളിലായിരുന്നു ഈ ധാക്ക എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എവിടെയാണ് ഫോം ചെയ്തത്? ധാക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എന്നായിരുന്നു? 1906 ഈ ധാക്ക എവിടെയാണ്? ഈസ്റ്റ് ബംഗാളിലായിരുന്നു. ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ നമ്മളെങ്ങനെ അറിയപ്പെടുന്നത്? ഈസ്റ്റ് ബംഗാളിലെ കുറച്ച് ഭാഗങ്ങൾ, മുഴുവനും അല്ല, അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ പറഞ്ഞ ബംഗ്ലാദേശ്. ഇപ്പോഴത്തെ ബംഗ്ലാദേശിലാണ് ഈ ധാക്ക എന്ന് പറഞ്ഞ സ്ഥലമുള്ളത് കേട്ടോ. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. ഇറ്റ് വാസ് ഫോംഡ് ഇൻ ധാക്ക ഇൻ 1906. ഇറ്റ് വാസ് ഫോംഡ് ബൈ ആഗാ ഖാൻ ആൻഡ് നവാബ് സലീമുള്ള ഖാൻ. ആഗാ ഖാനും കണ്ടോ, ഞാൻ ടീച്ചറിവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അവിടുത്തെ നവാബായ സലീമുള്ള ഖാൻ. ഈ 2 ആൾക്കാരുമാണ് ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഫോം ചെയ്യാൻ വേണ്ടി അതിന് നേതൃത്വം നയിച്ച ആൾക്കാർ. ഇറ്റ് വാസ് ഫോംഡ് അഗെയിൻസ്റ്റ് എ പാർട്ടീഷൻ ഓഫ് പാർട്ടീഷൻ ഓഫ് ബംഗാളിനെതിരെ അവരുടെ ആ ഒരു ശക്തമായിട്ട് പ്രതികരിക്കാൻ വേണ്ടിയാണ് ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് പാർട്ടീഷനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തത്. ഓക്കെ, ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് മാത്രമല്ല, ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും പല സംഘടനകളും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ പാർട്ടീഷൻ ഓഫ് ബംഗാളിനോടുള്ള എതിർപ്പ് കാണിക്കാൻ വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കാര്യം ഡിസ്കസ് ചെയ്യാം. സൂററ്റ് സ്പ്ലിറ്റ്. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ സൂററ്റ് സ്പ്ലിറ്റ്. അതെന്താണെന്ന് ടീച്ചർ പറഞ്ഞാരായേ.
the nationalist movements became stronger with the agitations against the partition of Bengal. നാഷണൽ മൂവ്മെൻറ്റ്, ഈ പാർട്ടീഷൻ ഓഫ് ബംഗാളിന് ശേഷം നാഷണൽ മൂവ്മെൻറ്റ്സ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. എല്ലാവർക്കും ദേഷ്യമായിരുന്നു ഈ പാർട്ടീഷൻ ഓഫ് ബംഗാളിക്ക് ശേഷം ബ്രിട്ടീഷുകാരോട് കേട്ടോ. അപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ട് ബ്രിട്ടീഷുകാരോട്, അല്ലെങ്കിൽ ഭയങ്കര വയലൻ്റ് ആയിട്ട് തന്നെ ബ്രിട്ടീഷുകാരോട് നാഷണൽ കോൺഗ്രസ്സിലെ ഒരു ഗ്രൂപ്പ് ആൾക്കാർ, മെയിൻലി എക്സ്ട്രീമിസ്റ്റ്, ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും തമ്മിൽ അവരുടെ അഭിപ്രായത്തിൽ ഒരു ഡിഫറൻസ് ഉണ്ടായി, ഒരു എതിർപ്പുണ്ടായി. ദർ ഒക്കെ ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ ബിറ്റ്വീൻ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്സ്. മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും തമ്മിൽ അഭിപ്രായത്തിൽ ഭിന്നതയുണ്ടായി. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കേട്ടോ. കാരണം നമുക്കറിയാം മോഡറേറ്റ്സ് വളരെ സൗമ്യമായ രീതിയിലായിരുന്നു അവരവരുടെ നാഷണൽ മൂവ്മെൻറ്റ്സ് കൊണ്ടുപോയിരുന്നെങ്കിൽ എക്സ്ട്രീമിസ്റ്റ്സ് അങ്ങനെയല്ല, അവർ ഒരു വയലൻ്റ് അജിറ്റേഷനായിരുന്നു അവർ അഡോപ്റ്റ് ചെയ്തിരുന്നത്. ഒരു തീവ്രമായിട്ടുള്ള ഒരു വിപ്ലവത്തിൻ്റെ രീതിയിലുള്ള ഒരു മാർഗമായിരുന്നു അവർ നാഷണൽ മൂവ്മെൻറ്റ്സിന് വേണ്ടി യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കെ സൂററ്റിൽ വെച്ചിട്ട് 1907 ഒരു കോൺഗ്രസിന് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾ ഇന്ത്യ സെഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ അഭിപ്രായ വ്യത്യാസം ഓൾറെഡി നിലനിൽക്കുന്നു ടീച്ചർ പറഞ്ഞല്ലേ, മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഓൾറെഡി നിലനിൽക്കുന്നു. ആ കാലഘട്ടത്താണ് 1907 വെച്ചിട്ട് സൂററ്റിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായത് കോൺഗ്രസിൻ്റെ. ആ മീറ്റിങ്ങിൽ വെച്ച് ഈ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും തമ്മിൽ സ്പ്ലിറ്റ് ചെയ്തു, അകന്നു, രണ്ടുപേരും രണ്ട് ഗ്രൂപ്പായിട്ട് പിരിഞ്ഞുപോയി. അങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനം ശരിക്കും ഞാൻ ആക്റ്റീവായിട്ട് നടക്കുമോ? ഒന്നിച്ച് നിൽക്കേണ്ട ആൾക്കാരല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തന്നെയുള്ള രണ്ട് വിഭാഗക്കാരാണ് ഇവർ രണ്ടുപേരും ഭിന്നിച്ചു പോയപ്പോൾ പിന്നെ നാഷണൽ മൂവ്മെൻറ്റ്സ് വളരെ പാസീവായി ഒരു മന്ദഗതിയിലായി പിന്നീട് വന്നത് കേട്ടോ. അങ്ങനെ വന്നപ്പോൾ ഇത് സംഭവിച്ചു, ടെമ്പററിലി വീക്കൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ നാഷണൽ മൂവ്മെൻറ്റ്സ് പിന്നീട് ഒരു മന്ദഗതിയിലായിപ്പോയി. നാഷണൽ മൂവ്മെൻറ്റ്സ് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരം അല്ലേ, നമ്മൾ ഈ ബ്രിട്ടീഷുകാരോട് നമ്മൾ ഇന്ത്യക്കാർ നടത്തിയ സമരങ്ങളെയാണ് ഈ നാഷണൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പിന്നീട് ഒരു മന്ദഗതിയിലായിപ്പോയി, ഒരു വളരെ സ്ലോയിലായിപ്പോയി. കാരണം അതിൽ മുന്നിൽ നിൽക്കേണ്ട ലീഡേഴ്സ് ആയിരുന്നു ആരൊക്കെ? ഈ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും. അവർ രണ്ടുപേരും അഭിപ്രായ വ്യത്യാസം കൊണ്ട് അവർ മാറിപ്പോയി അല്ലേ, സ്പ്ലിറ്റ് ചെയ്തു. ആ ഒരു സ്പ്ലിറ്റിനെയാണ് സൂററ്റ് സ്പ്ലിറ്റ് എന്ന് വെച്ചാൽ അറിയുന്നത്. എന്താ സൂററ്റ് സ്പ്ലിറ്റ് എന്ന് വെച്ചാൽ അറിയാൻ കാര്യം, എവിടെ വെച്ചാണ് ഈ സ്പ്ലിറ്റ് ചെയ്തത്? കോൺഗ്രസ് ഈ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും സൂററ്റിൽ വെച്ച് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ സെഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാണ് 1907 കണ്ടക്ട് ചെയ്തത്. അതുകൊണ്ട് ഈ 1907 ആ ഒരു സ്പ്ലിറ്റിനെ സൂററ്റ് സ്പ്ലിറ്റ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. ഓക്കെ, ഈ സൂററ്റ് സ്പ്ലിറ്റിന് ശേഷം പിന്നെ നാഷണൽ മൂവ്മെൻറ്റ്സ് എങ്ങനെയായിരുന്നു എന്ന് ടീച്ചർ പറഞ്ഞത്? പാസീവ് വേ ആയിരുന്നു അല്ലേ, ആക്റ്റീവ് ഒന്നുമല്ല, വളരെ മന്ദഗതിയിലായിരുന്നു പിന്നെ നാഷണൽ മൂവ്മെൻറ്റ്സ്, ഈ സ്വാതന്ത്ര്യ സമരങ്ങളെല്ലാം പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ആ കാലഘട്ടത്ത് അതിനുശേഷം കുറച്ച് വർഷങ്ങൾ 1907 ശേഷം 1914 ആയ ടൈമിന് ഫസ്റ്റ് വേൾഡ് വാർ ലോകത്തുണ്ടായി. ഈ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ബൾഗേറിയ, ഓട്ടോമൻ എംപയർ അങ്ങനെയുള്ള ഒരു വിഭാഗക്കാരും, മറ്റേ പക്ഷത്ത് ഗ്രേറ്റ് ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ഇറ്റലി, റൊമാനിയ, ജപ്പാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അങ്ങനെയുള്ള അലൈഡ് പവേഴ്സ്, അങ്ങനെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ളൊരു വാറായിരുന്നേ. നിങ്ങൾ ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ച് വലിയ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ടീച്ചർ ഇപ്പോൾ ഇത് ജസ്റ്റ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഈ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് ബ്രിട്ടൻ എവിടെയാണെന്നൊക്കെ, ബ്രിട്ടൻ ഇങ്ങനെ അലൈഡ് പവേഴ്സിൻ്റെ അവിടെ ആയിരുന്നു അല്ലേ ബ്രിട്ടൻ ഉണ്ടായിരുന്നു, ഗ്രേറ്റ് ബ്രിട്ടൻ. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരാണല്ലോ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ, ഇപ്പോൾ അവർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് എന്ത് സംഭവിച്ചു? നമ്മുടെ ഈ ഇന്ത്യക്കാരെന്ന് വെച്ചാൽ കോൺഗ്രസ്, മെയിൻലി കോൺഗ്രസ് എന്ത് ചെയ്തു? കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ ഇപ്പോൾ നാഷണൽ മൂവ്മെൻറ്റ്സ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അല്ലേ. ആ കോൺഗ്രസ് എന്തിനു സപ്പോർട്ട് ചെയ്തു? ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്തു. അവരെന്തിനാണ് ബ്രിട്ടൻ അന്നേരം സപ്പോർട്ട് ചെയ്ത്? വേണ്ട ആ യുദ്ധത്തിന് വേണ്ട ഹെൽപ്പും അതിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്യാൻ വേണ്ടി ബ്രിട്ടൻ്റെ ഒപ്പം നിന്നു. എന്തിനു വേണ്ടിയാണ് അവരങ്ങനെ നിന്നത്? വിത്ത് ദ ഹോപ്പ് ദാറ്റ് ഇന്ത്യ വുഡ് ബി ഗ്രാൻഡഡ് ഓട്ടോണോമി ആഫ്റ്റർ ദ വാർ. ഈ ഫസ്റ്റ് വേൾഡ് വാർക്ക് ശേഷം സ്വന്തമായിട്ട് ഇന്ത്യക്ക് ഭരിക്കാനുള്ള അവകാശം വിട്ടുകൊടുക്കും, ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകും എന്നുള്ള പ്രതീക്ഷ കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. പക്ഷെ അതൊക്കെ വെറുതെ ആയിരുന്നു അല്ലേ. അപ്പോൾ ആ സമയത്ത് നാഷണൽ മൂവ്മെൻറ്റ്സ് ഒക്കെ ഒരു പാസീവ് വേയിലാണ്. അങ്ങനെ സ്വാതന്ത്ര്യ സമരങ്ങളൊന്നും നല്ല രീതിയിൽ പോയില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ആ സമരങ്ങളൊന്നും അത്ര സ്ട്രോങ് ആയിരുന്നില്ല. പക്ഷെ ആ സമയത്ത്
നാഷണൽ മൂവ്മെൻറ്റ്സ് കൊണ്ടുപോയ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോയ പ്രധാനപ്പെട്ട ലീഡേഴ്സായിരുന്നു ആനി ബെസൻറ്റും ബാലഗംഗാധര തിലകും. ഇവരായിരുന്നു നാഷണൽ മൂവ്മെൻറ്റ്സ് ആ ടൈമിന് അലൈവാക്കി അതിന് സ്വാതന്ത്ര്യ സമരക്ക് ജീവൻ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് കേട്ടോ. During this time, Home Rule movement led by Annie Besant and Balagangadhara Tilak kept the national movements alive. Balagangadhara Tilak നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, ആരാണ് അദ്ദേഹം? ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു ആരാണ് ബാലഗംഗാധര തിലക്? ഒരു എക്സ്ട്രീമിസ്റ്റ് ലീഡർ ആയിരുന്നു, ആണോ അല്ലയോ? തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ ബാലഗംഗാധര തിലക് ഓക്കെ എക്സ്ട്രീമിസ്റ്റ് ലീഡറാണ്. പക്ഷേ ആനി ബെസന്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ആനി ബെസന്റ് ആരാന്ന് നമുക്ക് നോക്കായേ. ആനി ബെസന്റ് ഒരു ഐറിഷ് ലേഡിയാണ്. ഐറിഷ് ലേഡി എന്ന് വെച്ചാൽ അയർലാൻഡിൽ നിന്ന് വന്നത് അല്ലേ, യൂറോപ്പിലെ അയർലാൻഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. അവർ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനോട് അട്രാക്റ്റഡ് ആയിട്ട് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുത്തു. 1893 തന്നെ അവർ നമ്മുടെ ഇന്ത്യയിൽ വരികയും ഇന്ത്യയുടെ സംസ്കാരം ഇഷ്ടപ്പെടുകയും നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ആനി ബെസന്റിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാനും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അവർക്ക് നാഷണൽ മൂവ്മെൻറ്റ്സിന് ഹെൽപ്പ് ചെയ്യാനും ഒക്കെ വേണ്ടി ഒരു പ്രസ്ഥാനം ഇവർ സ്ഥാപിച്ചു. അതിൻ്റെ പേരാണ് ഹോം റൂൾ മൂവ്മെൻറ്റ്സ്. എന്താണ് ഹോം റൂൾ മൂവ്മെൻറ്റ്സ്? It was started by Annie Besant, an Irish lady who was attracted to the Indian culture and took Indian citizenship in 1893. ഈ ഹോം റൂൾ മൂവ്മെൻറ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് നോക്കാം. ദ മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1916. എന്നായിരുന്നു ഈ ഹോം റൂൾ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്? 1916. ആരായിരുന്നു ഇതിന് വേണ്ട ലീഡർഷിപ്പ് കൊടുത്തത്? ആനി ബെസന്റ്. ആനി ബെസന്റ് ആരായിരുന്നു? ഒരു ഐറിഷ് ലേഡി, അയർലൻഡിൽ നിന്ന് വന്നൊരു ലേഡിയാണ് അല്ലേ. ഓക്കെ. പക്ഷേ ഈ മൂവ്മെൻ്റ് ഒരു 1916, 1918 ആ കാലഘട്ടം വരെ നിന്നുള്ളൂ കേട്ടോ. നമ്മുടെ ആനി ബെസന്റും നേരത്തെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു ബാലഗംഗാധര തിലകും ഒക്കെ ആയിരുന്നു ആ ടൈമിന് ഈ ഹോം റൂൾ മൂവ്മെൻറ്റ് കൊണ്ടുപോയത്. പിന്നീട് 1921 കാലഘട്ടമായപ്പോൾ ഈ ഹോം റൂൾ മൂവ്മെൻറ്റ് അതിൻ്റെ പേരൊക്കെ മാറി സ്വരാജ് സഭ അങ്ങനെ മറ്റൊരു പേരിലാണ് പിന്നീട് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ എന്നാൽ പോലും ഈ നമ്മുടെ ഇൻ്റർനാഷണൽ കോൺഗ്രസ് നാഷണൽ മൂവ്മെൻറ്റ്സിൽ ആക്റ്റീവ് അല്ലാത്ത കാലഘട്ടത്തിൽ നാഷണൽ മൂവ്മെൻറ്റ്സ് മുന്നോട്ട് കൊണ്ടുപോയ ഒരു ഗ്രേറ്റ് ലീഡറായിരുന്നു നമ്മുടെ ഹോം റൂൾ മൂവ്മെൻറ്റ് നയിച്ചിരുന്ന ആനി ബെസന്റ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാമേ. ലക്നൗ പാക്ട് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? കരാർ അല്ലേ. ഇപ്പോൾ ലക്നൌവിൽ വെച്ച് എന്തോ ഒരു കരാർ നടന്നു, അതെന്താ നമുക്ക് നോക്കാം. The Lucknow session of Indian National Congress was held in 1916 when the Home Rule movement were active. The moderates and extremists who split in Surat session decided to give up their difference of opinion and join together. ഇതായിരുന്നു ആ ലക്നൌവിൽ വെച്ച് നടന്ന ആ ഒരു പാക്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ നാഷണൽ മൂവ്മെൻറ്റ്സ് മുന്നോട്ട് കൊണ്ടുപോയത് ആരൊക്കെയാണ്? ഹോം റൂൾ മൂവ്മെൻറ്റ്സിൻ്റെ ആൾക്കാരായിരുന്നു അല്ലേ. ആനി ബെസന്റും തിലക്കും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ അതെന്താ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമുക്കറിയാം അപ്പോൾ ആക്റ്റീവ് അല്ലാത്ത സമയം. കാരണം എന്താണ്? അവർ സൂററ്റിൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്തായിരുന്നു അല്ലേ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നില്ല സൂററ്റിൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നല്ലോ, മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും. അത് കഴിഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കീഴിലുള്ള നാഷണൽ മൂവ്മെൻറ്റ്സ് വളരെ ഒരു മന്ദഗതിയിലായിരുന്നു. ആ ടൈമിലൊക്കെയാണ് ഈ ഹോം റൂൾ മൂവ്മെൻ്റ് ഒക്കെ കടന്നു വന്നതും അവർ ഈ ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ്സ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തത്. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ലക്നൌവിൽ വെച്ചിട്ട് ഒരു 1916 ആയപ്പോൾ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ. അവിടെ വെച്ചിട്ട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും ഈ സൂററ്റിൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്തു പോയ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും അവരെന്ത് ചെയ്തു? തീരുമാനമെടുത്തു. എന്താ അവർ ഡിസൈഡ് ചെയ്തത്? ടു ഗിവ് അപ്പ് ദെയർ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആൻഡ് ജോയിൻ ടുഗദർ. തങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തമ്മിൽ അകന്നു പോകാനുള്ള റീസൺസ് എല്ലാം ഉപേക്ഷിച്ചിട്ട് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിച്ചിട്ട് നാഷണൽ മൂവ്മെൻറ്റ്സ് ശക്തിപ്പെടുത്താം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാനുള്ള മാർഗങ്ങൾ നോക്കാം എന്നുള്ളൊരു തീരുമാനം ഒരു ലക്നൌവിൽ വെച്ച് എടുത്തു. അതിനെയാണ് ഈ ലക്നൗ പാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നാഷണൽ മൂവ്മെൻറ്റ്സിൻ്റെ ആ കാലഘട്ടത്തെ പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ ടീച്ചർ പറഞ്ഞു. ഒന്ന് സൂററ്റ് സ്പ്ലിറ്റ് എന്നായിരുന്നു സൂററ്റ് സ്പ്ലിറ്റ് നോക്കിയേ 1907 അല്ലേ. അന്ന് മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും സൂററ്റിൽ വെച്ച് അവർ സ്പ്ലിറ്റ് ചെയ്തു പോയി, അകന്നുപോയി. പിന്നീട് എന്നാണ് ഈ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും ഒന്നിച്ചു കൂടിയത്? 1916 അല്ലേ. ലക്നൌവിൽ വെച്ച് നടന്ന ആ ഒരു
സെഷൻ ആ ഒരു മീറ്റിങ്ങിൽ വെച്ചായിരുന്നു അവർ ഈ 2 മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും ഒന്നിച്ച് അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കളഞ്ഞ് ഒന്നിച്ച് കൂടിയത്. അവർ ഒന്നിച്ച് കൂടിയത് മാത്രമല്ല, അതിനു മുമ്പ് ടീച്ചറും ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എവിടെയാണ് ഫോം ചെയ്തതെന്നുള്ള കാര്യം തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നല്ലോ. എവിടെയായിരുന്നു? ധാക്കയിൽ വെച്ചായിരുന്നു. ആഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും ഒക്കെ ആയിരുന്നു ഇതിൻ്റെ ലീഡേഴ്സ് എന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഈ ലക്നൗ പാക്റ്റിൽ മറ്റൊരു കാര്യവും കൂടി ഉണ്ടായി. ദേ ഓൾസോ ഡിസൈഡഡ് ടു കോപ്പറേറ്റ് വിത്ത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഇൻ ദ ആൻറ്റി ബ്രിട്ടീഷ് അജിറ്റേഷൻസ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അജിറ്റേഷൻസിൽ, മൂവ്മെൻറ്റ്സിൽ ആരെയും കൂടി ഉൾപ്പെടുത്താൻ? ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനെ കൂടി സഹകരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നിച്ചു പോകാം എന്നൊരു തീരുമാനമുണ്ടായി. അപ്പോൾ ലക്നൗ പാക്റ്റിൽ എന്തൊക്കെ സംഭവിച്ചു? മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും ഒന്നിച്ചു കൂടി. കൂടാതെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിലെ നേതാക്കളെ കൂടിയും ഒന്നിച്ചു പ്രവർത്തിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ അവരുടെ മൂവ്മെൻറ്റ്സ് നടത്താമെന്ന് തീരുമാനിക്കുകയുണ്ടായി. ഇപ്പോൾ ലക്നൗ പാക്ട് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഏത് വർഷമായിരുന്നു ലക്നൗ പാക്ട് നടന്നത്? 1916 കേട്ടോ. അത്രമേ ഉള്ളൂ. ഈ ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. ഇതിൻ്റെ നോട്ട്സ് ഇതോടൊപ്പം നിങ്ങൾക്ക് അയക്കുന്നതാണ്. താങ്ക് യു.